മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ജാ യൗമൽ ഖിയാമ, അവൻ നാളെ വരുമ്പോ അവൻ ഈ കിബിലയുടെ നേർഭാഗത്തേക്ക് തുപ്പിയ തുപ്പലുകൾ മുഴുവനും അതാ റസൂലുള്ളാഹി പറയുന്നു, ബൈന ഐനൈ, അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ വരികയാണ്. അവന്റെ നെറ്റിത്തടത്തിലേക്ക് ഈ കണ്ണുകളുടെ ഇടയില് നീ ജീവിതകാലത്ത് തുപ്പിയ തുപ്പലുകൾ മുഴുവനും നിന്റെ നെറ്റിത്തടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാ. എന്തൊരു ദുർഗന്ധമെന്നറിയുവോ, എന്തൊരു ദുർഗന്ധമെന്നറിയോ. ആ രംഗമൊന്ന് ചിന്തിച്ചു നോക്ക്, ആ രംഗമൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹുവേ, പരലോകത്തിലെ നശിച്ച രണ്ടാമത്തെ വിഭാഗം കിബിലയുടെ നേരെ തുപ്പുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അള്ളാന്റെ റസൂല് പറയുകയാ, മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഇന്നക ലഈഫുൻ വ ഇന്നഹാ അമാനത്തുൻ വ ഇന്നഹാ യൗമൽ ഖിയാമത്തി ഖിസിയും വ നദാമാ. മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? ഉത്തരവാദിത്വം ചെയ്യാത്തവരാട്. പടച്ചവനെ, ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കഴിഞ്ഞ ആ ഉത്തരവാദിത്വം നല്ല രീതിയിൽ പാലിക്കാത്തവരുണ്ടല്ലോ, അവൻ നാളെ പരലോകത്ത് വരുന്നത് വളരെ മോശമായിട്ടാണ്, നിന്യനായിട്ടാണ്, നിസാരനായിട്ടാണ്. പടച്ചവനെ, ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്. ഈ പാടുന്ന തുളിക്കോട് പള്ളിയുടെ പ്രസിഡന്റ് ഉണ്ടല്ലോ, സെക്രട്ടറി ഉണ്ടല്ലോ, പള്ളി കമ്മിറ്റിക്കാരുണ്ടല്ലോ. പടച്ചവനെ, ഇതവർക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമാണ്. ആ സ്ഥാനം നല്ല രീതിയിൽ അവർ നിയമം അതെങ്ങനാണോ നല്ല രീതിയിൽ പടച്ചവൻ അവരെ കൊണ്ട് പാലിക്കാൻ കഴിയണം. ഈ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നവരുണ്ടല്ലോ, ആ നടത്തുന്നവർക്കും അവരവരുടെ സ്ഥാനങ്ങൾക്കനുസരിച്ചിട്ടുള്ള പെരുമാറ്റം നല്ല രീതിയിൽ വേണം. വേർതിരിവ് കാണിക്കാൻ പാടില്ല. ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും ഒരു ഭരണാധികാരിയാണ്. നിങ്ങൾ ഓരോരുത്തരും ഒരു ഭരണാധികാരിയാ. നിങ്ങൾ ഭരണം നടത്തുന്നത് എവിടെയെന്നറിയുമോ? ഏത് ഭരണാധികാരി എന്നറിയുമോ? ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയല്ല, ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയല്ല, ഒരു ജില്ലയുടെ ഭരണാധികാരിയല്ല. നിങ്ങൾ MP അല്ല, MLA അല്ല, മന്ത്രിയല്ല, വാർഡ് മെമ്പറല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല. നീ എവിടെയാണ് ഭരിക്കുന്നതെന്നറിയുമോ? നിന്റെ വീടിന്റെ അകത്താ. വാപ്പാ, നീ നിന്റെ വീട്ടിലെ ഭരണാധികാരിയാ. നിന്റെ ഭാര്യ, നിന്റെ മക്കള്, അവരാണ് നീ ഭരിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തുന്നവരെ നാളെ വലിയ വില നീ കൊടുക്കേണ്ടി വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അധികാരത്തിന് വേണ്ടി ഏത് വൃത്തികേടുകളും ചെയ്യുന്ന കാലമാണല്ലോ. എല്ലാവർക്കും അധികാരമോഹമാണ്. എങ്കിലെങ്കിലും പടച്ചവനെ അധികാരം കിട്ടണം, എങ്ങനെയെങ്കിലും ജനങ്ങൾ ആദരിക്കുന്നവനാകണം. അതിനു വേണ്ടി കള്ളു വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറാ, എന്ത് ചെയ്യാനും തയ്യാറാ. എങ്കിലെന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുമോ? ഒരിക്കലും അധികാരം ചോദിച്ചു വാങ്ങല്ലേ. സ്നേഹത്തോടെ പറയുകയാ, തൊളിക്കോടുള്ളവരോട് പറയുകയാ, ഒരിക്കലും അധികാരം ചോദിച്ചു വാങ്ങല്ലേ. അത് പള്ളി കമ്മിറ്റിയുടെ വിഷയമാകട്ടെ, സംഘടനകളുടെ സ്ഥാനങ്ങളാകട്ടെ, ഏത് വിഷയമാണെങ്കിലും നീ ഒരിക്കലും ചോദിച്ചു വാങ്ങരുത് അധികാരം. പണം കൊടുത്തു വാങ്ങരുത് അധികാരം. കള്ളത്തരം പറഞ്ഞിട്ട് നീ അധികാരം വാങ്ങരുത്. വാങ്ങിയാൽ നിനക്കല്ല തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? വിഭാഗമേതാ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, ഇതാണ് നിങ്ങൾ ഓരോരുത്തരും കേൾക്കേണ്ടത്. അള്ളാന്റെ റസൂല് പറയുന്ന നാളെ പരലോകത്ത് നാണം കെട്ടു വരുന്ന മൂന്നാലാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അതാ തജിബു മിന ശർരിന്നാസ്,
നാസി യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ കോടതിയിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവൻ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ജനങ്ങളിൽ ഏറ്റവും വൃത്തികെട്ടവൻ ആരെന്നറിയുമോ? ദുൽവദാർ ഇൻദല്ലാഹി ദുൽവജ്ഹൈൻ. രണ്ട് മുഖമുള്ളവർ അവരാണ് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിൽ ഏറ്റവും നശിച്ചവരെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, രണ്ട് മുഖമുള്ളവരുണ്ടല്ലോ, കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് കൂടെ നിൽക്കും, അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് എന്തൊക്കെയാണ്? അല്ലാഹുവേ, മുനാഫിക്കിന്റെ സ്വഭാവമാണല്ലോ, അവിടെയും കൂടും ഇവിടെയും കൂടും, എന്നിട്ട് തമ്മിലടിപ്പിച്ചിട്ട് രക്തമൂറ്റി കുടിക്കുന്ന എത്രയോ പേരെ നമുക്കറിയാം. അല്ലാഹുവേ, രണ്ട് സ്വഭാവമുള്ളവർ, രണ്ട് മുഖമുള്ളവർ, ഇങ്ങനെ ഇവരെങ്ങനാണ് പരലോകത്ത് വരുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മൻ കാന ലഹു വജ്ഹാനി ഫിദ്ദുനിയാ കാന ലഹു യൗമൽ ഖിയാമ ലിസാനാനി മിനന്നാർ. രണ്ട് തീയാലുള്ള നാക്കുകൾ, പടച്ചവരെ, തീയാലുള്ള നാക്കുകളാണ്. അവരുടെ നാക്കുകൾ തീപ്പന്തം പോലെ കത്തുകയാ, നിലവിളിച്ചുകൊണ്ടാ വരുന്നത്. അതാ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നാക്ക് രണ്ടെണ്ണായിട്ടിങ്ങനെ മുറിച്ചു വെച്ചിരിക്കുകയാണ്, തീ ഇങ്ങനെ കത്തുകയാണ്, അവന്റെ മുഖത്തെ മാംസങ്ങൾ ഇങ്ങനെ വെന്തുരുകുകയാ. ഇങ്ങനെയാണ് നാളെ പരലോകത്തേക്ക് കടന്നു വരുന്നത്. ഇവിടെ കിട്ടുന്നത് അവിടെ പറയും, അവിടെ കിട്ടുന്നത് ഇവിടെ പറയും, എന്നിട്ട് പരസ്പരം തമ്മിലടിക്കുന്നവരുണ്ടല്ലോ, ഏഷണി പറയുന്നവരുണ്ടല്ലോ, പരദൂഷണം പറയുന്നവരുണ്ടല്ലോ, മറ്റുള്ളവന്റെ ഇറച്ചി തിന്നുന്നവരുണ്ടല്ലോ, മറ്റുള്ളവരെ നാണം കെടുത്തുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരാ, നാളെ പടച്ചറബിന്റെ കോടതിയിൽ കടന്നു വരുന്ന രംഗത്തെ കുറിച്ച് എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? എന്തേ നിങ്ങൾ ആലോചിക്കാത്തത്? അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ശിക്ഷയെന്തറിയുമോ? എത്ര വലിയ ശിക്ഷയെന്തെന്നറിയുമോ? എത്രയോ കുടുംബങ്ങളെ തകർത്തില്ലേ? എത്രയോ ചെറുപ്പക്കാരെ ജയിലിന്റെ അറകളിലാക്കിയില്ലേ? എത്രയോ പാപങ്ങളുടെ ജീവിതം തകർത്തില്ലേ? അവിടെയും ഇവിടെയും കിട്ടുന്നത് പരസ്പരം പറഞ്ഞ് ഒരിക്കലും അടിക്കാൻ കഴിയാത്ത കെട്ടുകളാക്കി കളഞ്ഞില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കല്ലേ, ഒരാളുടെ കാര്യവും നിങ്ങൾ പറയല്ലേ, ഒരാളുടെ ജീവിതവും നിങ്ങൾ തകർക്കല്ലേ. രണ്ട് മുഖമുള്ള സ്വഭാവം കാണിക്കരുത്. കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ട് അവരുടെ കൂടെ നിന്ന് അവരുടെ കാര്യങ്ങൾ മുഴുവനും മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് മാറിയിട്ട് മറ്റുള്ളത് പറഞ്ഞവരെ നാണം കെടുത്തരുത്. എന്റെ പ്രിയപ്പെട്ട തൊളിക്കോടുകാരോട് സ്നേഹത്തോടെ പറയുകയാ, അല്ലാഹു പൊറുക്കാത്ത ചില പാപങ്ങളുണ്ട്, അല്ലാഹു പൊറുക്കാത്ത ചില പാപങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, അല്ലാഹുവേ, ഞാൻ നമസ്കരിച്ചില്ലെങ്കിൽ അല്ലാഹു എനിക്ക് പുറത്തു തരും. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താ അല്ലാഹു എനിക്ക് പുറത്തു തരും. പക്ഷേ മറ്റു ചില തെറ്റുകളുണ്ട്, അത് പൊറുക്കണമെങ്കിൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവൻ ആരെന്നറിയുവോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ നശിച്ചവൻ ആരെന്നറിയുവോ? നിങ്ങൾ വിചാരിക്കും കള്ളു കുടിച്ച് നടക്കുന്നവനാണെന്ന്, വ്യഭിചരിച്ച് നടക്കുന്നവനാണെന്ന്, പലിശ തിന്ന് നടക്കുന്നവനാണെന്ന്. ഒരിക്കലുമല്ല വാപ്പാ. കള്ളുകുടിയൻ അല്ലാഹുവിനോട് തൗബ ചെയ്താ അല്ലാഹു അവന് പുറത്തു കൊടുക്കും. വ്യഭിചരിച്ച ഏതെങ്കിലും ഒരുത്തന് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചാ പടച്ചവൻ അവന് പുറത്തു കൊടുക്കും. പലിശ തിന്നവൻ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചാ പലിശ തിന്നവൻ അല്ലാഹു പുറത്തു കൊടുക്കും. ഇനി ഏതെങ്കിലും തൊളിക്കോടുള്ള ഒരു മുസ്ലിം ശിർക്ക് ചെയ്താൽ അവൻ അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
എങ്കില് ചില പാപമുണ്ടല്ലോ, ഏറ്റവും വലിയ നശിച്ചവൻ ആരെന്നറിയോ? ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. ഇത് പറയുമ്പോ നിങ്ങളിൽ പലർക്കും എന്നോട് ദേഷ്യം തോന്നാ. ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല, ഒരിക്കലും നിങ്ങളെ കുറ്റം പറഞ്ഞതല്ല, ഒരിക്കലും നിങ്ങളെ നാണം കെടുത്താനല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാനോട് പശ്ചാത്തപിച്ചു മടങ്ങാനാ, ഗൗരവം മനസ്സിലാക്കാനാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. മുത്തുനബിയുടെ വീടിന്റെ അകത്തേക്ക് നിലവിളിച്ചുകൊണ്ട് കടന്നു വരികയാണ്. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ഉമറേ നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? ഉമർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്. റസൂലുള്ള ചോദിച്ചു, നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ? നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചോ? റസൂലുള്ളയോട് പറഞ്ഞു, ഇല്ല നബിയേ, ഒരാളും എന്നെ കുറ്റപ്പെടുത്തിയില്ല, ഒരാളും എന്നെ ഉപദ്രവിച്ചില്ല. പിന്നെ എന്തിനാണ് ഞാൻ കരയുന്നതെന്നറിയോ? ഒരു ചെറുപ്പക്കാരൻ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. ഒരു ചെറുപ്പക്കാരൻ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അവന്റെ കരച്ചൽ കണ്ടിട്ട് കരഞ്ഞതാ നബിയേ. റസൂലുള്ളാഹി തങ്ങൾക്ക് അത്ഭുതമായി. ഇതാരാ പറയുന്നത്? കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ്. ഇബ്ലീസിന് പോലും ഉമറിനെ പേടിയാണ്. ആ ഉമറാണ് നിലവിളിക്കുന്നത്. ഈ ഉമറിനെ കരയിപ്പിച്ചവനെ എനിക്കൊന്ന് കാണണമല്ലോ. അള്ളാന്റെ റസൂല് പറഞ്ഞു, വിളിച്ചു കൊണ്ടുവാ ഉമറേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇമാം ശാഫി തങ്ങൾ വിവരിക്കുന്നുണ്ട്. അതാ ഉമർ തങ്ങൾ ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരികയാണ്. അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോ പ്രവാചകം ചോദിച്ചു, ഉമറേ ഈ ചെറുപ്പക്കാരനാണോ നിന്നെ കരയിപ്പിച്ചത്? അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, മോനെ നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? എന്ത് പറ്റി നിന്റെ ജീവിതത്തിൽ? എപ്പോ നോക്കിയാലും നീ കരച്ചലാണല്ലോ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാനൊരു വലിയ പാപം ചെയ്തു നബിയേ, ഞാനൊരു വലിയ പാപം ചെയ്തു നബിയേ. ആ പാപത്തിന്റെ പേരിലാണ് ഞാൻ കരയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, നീ എന്ത് തെറ്റാണ് ചെയ്തത്? യാ റസൂലല്ലാഹ്, ഞാനൊരു കള്ളനാണ് നബിയേ, ഞാനൊരു കള്ളനാണ്. ഞാൻ എങ്ങനാണ്, ഞാൻ എന്തേ ചെയ്യുന്നതെന്നറിയുമോ? എൻ്റെ നാട്ടിലാരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിച്ചു കഫം പൊതിഞ്ഞിട്ട് പള്ളിയിൽ കൊണ്ടുപോയി 6 അടി മണ്ണിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചിട്ട് എല്ലാവരും ഖബറിന്റെ ചാരത്ത് നിന്നും മടങ്ങി പോകുമ്പോ ഏറ്റവും അവസാനം പോകുന്നത് ഞാനാ നബിയേ. എന്നിട്ട് എല്ലാരും പോയി കഴിയുമ്പോ ആ ഖബറിന്റെ മുകളിൽ ഒരടയാളം വെക്കുകയാണ്. ഖബർ തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരടയാളം വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എല്ലാവരും വീടുകളിലേക്ക് കടന്നുപോയി. എല്ലാവരും കടന്ന് ഉറങ്ങിക്കഴിയുമ്പോ പാതിരാത്രിയായി കഴിയുമ്പോ ഞാൻ എഴുന്നേറ്റു പള്ളിപ്പറമ്പിലേക്ക് പോകുകയാണ്. മണ്ണ് കുഴിക്കുന്ന ഒരു ആയുധം എടുത്തുകൊണ്ട് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് മണ്ണുകൾ വെട്ടിമാറ്റുകയാണ്, പലകയെടുത്തു മാറ്റുകയാണ്, ഖബറിന്റെ അകത്ത് ഇറങ്ങുകയാണ്. ആ മയ്യത്തിനെ പൊതിഞ്ഞിരിക്കുന്ന പുതിയ കഫം തുണിയുണ്ടല്ലോ, ഓരോന്നായി അഴിച്ചെടുക്കുകയാ. ഓരോ തുണികളും അഴിച്ചെടുത്തു. എന്നിട്ട് മുകളിലേക്ക് കയറും, പലകയെടുത്ത് നിരത്തും, മണ്ണിട്ട് മൂടി വീട്ടിലേക്ക് പോകും. ഇത് കഴുകി കൊണ്ടുപോയി പട്ടണത്തിൽ വിൽക്കുന്ന ജോലിയാ നബിയേ. ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്,
എൻ്റെ നാട്ടിലെ പള്ളിപ്പറമ്പിൽ കടക്കുന്നവർ മുഴുവനും നഗ്നരാ. അവരുടെ കഫം തുണി മൂട്ടിച്ച കള്ളനാ. മുത്തുനബിയുടെ ചാരത്തിരുന്ന് കരയുമ്പോ പ്രവാചകം പറഞ്ഞു, നീ കരയണ്ട, അല്ലാഹു നിനക്ക് പുറത്തു തരും മോനെ. പക്ഷേ ചെറുപ്പക്കാരൻ മണ്ണുവാരിയിട്ട് തലയിലിടുകയാ, മണ്ണുവാരിയിട്ട് തലയിലിടുകയാ. റസൂലുള്ള ചോദിച്ചു, നീ ഇനി എന്തിനാ കരയുന്നത്? യാ റസൂലല്ലാഹ്, എന്നെക്കാളും ഒരു പാപി ലോകത്തില്ല നബിയേ. എന്നെ പോലെ പാപം ചെയ്ത ഒരു മനുഷ്യനുമില്ല. അള്ളാന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അത്ര വലിയ എന്ത് പാപമാ ചെയ്തത്? അല്ല പൊറുക്കാൻ കഴിയാത്ത എന്ത് പാപമാടാ നീ ചെയ്തത്? അള്ളാന്റെ റസൂല് ചോദിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ നാട്ടിലൊരു സുന്ദരിയായ പെണ്ണു മരിച്ചു നബിയേ. ഏത് ചെറുപ്പക്കാരനും കണ്ടാൽ ആഗ്രഹിച്ചു പോകുന്ന, ഞാൻ ഒരുപാട് മോഹിച്ചവളാണ്, ഞാൻ ഒരുപാട് സ്നേഹിച്ചവളാണ്, ഞാൻ അവളെ നോക്കിയിട്ട് ഒരുപാട് കൊതിച്ചിട്ടുണ്ട് നബിയേ. അങ്ങനെ ഒരു പെണ്ണു മരിച്ചു. അവളുടെ മയ്യത്ത് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കബറടക്കി. ഞാൻ അടയാളം വെച്ചു പിരിഞ്ഞുപോയി. രാത്രിയായപ്പോ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ ഞാൻ പള്ളിപ്പറമ്പിലേക്ക് കടന്നു ചെന്നിട്ട് ആ പെണ്ണിന്റെ കബറിന്റെ മുകളിൽ നിന്ന് മണ്ണ് വെട്ടി മാറ്റി, പലകകളെടുത്തു മാറ്റി, കബറിന്റെ അകത്തിറങ്ങിയിട്ട് പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് കഫം തുണികൾ അഴിക്കുകയാ. യാ റസൂലല്ലാഹ്, പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് കഫം തുണികൾ അഴിച്ചു മാറ്റി, കബറിന്റെ മുകളിൽ കയറി പലകയെടുത്ത് നിരത്തിയിട്ട് മണ്ണ് വാരിയിട്ടിട്ട് ആ പള്ളിപ്പറമ്പിലെ മീസാങ്കല്ലിന്റെ നടുവിലൂടെ ഞാനിങ്ങനെ നടക്കുമ്പോ, യാ റസൂലല്ലാഹ്, ഉടുതുണിയില്ലാതെ ഒരു നൂൽബന്ധം പോലുമില്ലാതെ നഗ്നയായിട്ട് കബറിൽ കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ വന്നു നബിയേ, എനിക്ക് ഓർമ്മ വന്നു നബിയേ. രണ്ടാമതും കബറിന്റെ ചാരത്ത് പോയി മണ്ണുകൾ വെട്ടി മാറ്റി, പലകയെടുത്തു മാറ്റി, കബറിന്റെ അകത്തിറങ്ങിയപ്പോ തുണിയില്ലാതെ കിടക്കുന്ന സുന്ദരിയായ പെണ്ണിന്റെ മയ്യത്ത് കണ്ടപ്പോ എനിക്ക് വികാരം തോന്നി നബിയേ. എനിക്ക് അവളോട് മോഹം തോന്നി നബിയേ. ഞാൻ അവളെ കബറിന്റെ അകത്തിട്ട് വ്യഭിചരിച്ചു യാ റസൂലല്ലാഹ്. മുത്തുനബിയോട് പറയുമ്പോ ഉമർ തങ്ങൾ പിടഞ്ഞു വീഴുകയാ. അള്ളാന്റെ റസൂലിന്റെ കൈകാലുകൾ തളർന്നു പോയി. പ്രവാചകന്റെ കണ്ണ് നിറഞ്ഞിട്ട് ഒഴുകുകയാണ്. എന്തൊരു പാപമാ അല്ലാ! മയ്യത്തിനെ വ്യഭിചരിച്ചിരിക്കുകയാ, ഖബറിന്റെ അകത്ത് കിടന്ന് വ്യഭിചരിച്ചിരിക്കുകയാ. ഈ ചെറുപ്പക്കാരൻ തന്റെ തലയുടെ മുകളിലൂടെ മണ്ണ് വാരിയിട്ടിട്ട് അള്ളാന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഫഹല്ലീ മിനത്ത് തൗബാ, അല്ലാഹു എനിക്ക് പുറത്തു തരുവോ നബിയേ, എനിക്ക് അല്ലാഹു പുറത്തു തരുവോ? മുത്തുനബിയോട് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞ, ചെറുപ്പക്കാരാ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അള്ളാന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞു, മോനെ ദുആ ചെയ്യ്, അല്ലാഹു നിനക്ക് പുറത്തു തരും, അല്ലാഹു നിനക്ക് പുറത്തു തരും. മുത്തുനബി എവിടെന്ന് പറഞ്ഞു വിടുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നബിയേ, അല്ലാഹു ഇവന് പുറത്തു കൊടുക്കുവോ നബിയേ?
ഉമർ റളിയല്ലാഹു തആല അൻഹു മരിച്ച് ഖബറിന്റെ അകത്ത് കിടന്ന പെണ്ണിനെ ആ ഖബറിന്റെ അകത്തിട്ട് വ്യഭിചരിച്ച ചെറുപ്പക്കാരൻ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, അള്ളാഹ് എനിക്ക് പുറത്തു തരുമോ? പ്രവാചകൻ പറഞ്ഞു, അള്ളാഹ് നിനക്ക് പുറത്തു തരും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബിയെ, അള്ളാഹ് ഇവന് പുറത്തു കൊടുക്കോ? ഇവനെക്കാളും വലിയ പാവിയുണ്ടോ നബിയെ? ഇത്രയും മയ്യത്തിനെ പോലും വെറുതെ വിടാത്തവനാണല്ലോ ഇവൻ, അള്ളാഹ് പുറത്തു കൊടുക്കോ? റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ച ചോദ്യം, ഉമറെ, ഇവനെക്കാളും വൃത്തികെട്ട എത്ര എണ്ണമുണ്ട്? ഉമറെ, ഇവനെക്കാളും നശിച്ച, ഇവനെക്കാളും പാപം ചെയ്യുന്ന എത്രയോ പേര് മനുഷ്യന്മാരുടെ ഇടയിലുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ആരാ നബിയെ അവർ? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഉമറെ, മനുഷ്യന്റെ പച്ചയിറച്ചി തിന്നുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ കേൾക്കുന്നത് അവിടെ പറഞ്ഞ്, അവിടെ കേൾക്കുന്നത് ഇവിടെ പറഞ്ഞ്, അവനെക്കുറിച്ച് പറഞ്ഞ്, ഇവനെക്കുറിച്ച് പറഞ്ഞ്, കമ്മിറ്റിക്കാരെ കുറിച്ച് പറഞ്ഞ്, പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞ്, നാട്ടുകാരെ കുറിച്ച് പറഞ്ഞിട്ട് ഈ ശവന്തിന്നി ഉറുമുകളെ പോലെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, നീ അള്ളാഹുവിന്റെ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. പരിശുദ്ധമായ കഅബാലയത്തിൽ വർഷം നീ പോയി ഹജ്ജ് ചെയ്തിട്ട് നിനക്ക് കാര്യമില്ല. കാരണം നീ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മനുഷ്യനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അവനോട് പൊരുത്തം ചോദിച്ചിട്ട് അവിടെ പോയിട്ടേ കാര്യമുള്ളൂ. നീ എന്നെക്കുറിച്ച്, അല്ലെങ്കിൽ പ്രസിഡന്റിനെ കുറിച്ച്, അല്ലെങ്കിൽ കമ്മിറ്റിക്കാരെ കുറിച്ച്, നാട്ടുകാരെ കുറിച്ച്, ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ, നിന്റെ അയൽവാസി, അവനെ കുറിച്ച് നീ എന്തെങ്കിലും പറഞ്ഞ് അവന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ അള്ളാഹിനോട് പശ്ചാത്തപിച്ച അള്ളാഹ് പുറത്തു തരൂല. കാരണം അള്ളാഹും നീയും തമ്മിൽ ബന്ധപ്പെട്ട വിഷയമല്ല, നീയും നാട്ടുകാരനും തമ്മിൽ ബന്ധപ്പെട്ട വിഷയം. മനുഷ്യനുമുള്ളത് നമ്മൾ തീർക്കണം. അള്ളാഹു നിസ്കരിക്കാത്തവൻ, അവൻ ചോദിച്ച അള്ളാഹ് ഗഫൂറ പുറത്തു കൊടുക്കും, റഹീമ പുറത്തു കൊടുക്കും, കള്ളുകുടിന് പുറത്തു കൊടുക്കും, വ്യഭിചരിച്ചവന് പുറത്തു കൊടുക്കും, പലിശ തിന്നവന് പുറത്തു കൊടുക്കും. പക്ഷേ നമ്മൾ തമ്മിലുള്ളത് നമ്മൾ തന്നെ തീർക്കണ്ടേ? നാട്ടുകാരുടെ മുന്നിൽ എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊരു തെറ്റായിട്ട് ആരും കാണുന്നില്ല, നിസ്സാര പാപമായിട്ട് ഇങ്ങനെ തെള്ളിക്കളയുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്ക്. നിങ്ങൾ ആരെങ്കിലും, അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞുപോയി, ആ മനുഷ്യൻ തൊളിക്കോട് പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ടെങ്കിൽ നീ ആ മനുഷ്യൻ്റെ അടുക്ക പോയി പൊരുത്തം ചോദിക്കണം. ആ മനുഷ്യൻ്റെ പേരിൽ സദക്ക കൊടുത്തിട്ട് നീ ദുആ ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചുപോയ മനുഷ്യനോട് പോലും പൊരുത്തം ചോദിക്കണമെങ്കിൽ ജീവിച്ചിരിക്കുന്നവരോട് നിങ്ങൾ ചിന്തിക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. അല്ലാഹുമ്മ അഹ്സിൻ ആകിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജിർനാ മിൻ ഖുസിയിദ് ദുനിയാ വഅദാബിൽ ആഖിറ. റഹ്മു റഹീമായ കരുണക്കടലായ ദയാലുവായ അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാ. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ല റബ്ബേ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാ അല്ലാ. ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ലേ അല്ലാ. ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ലേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത മഹാപാപികളാണ് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത പാപത്തിന്റെ കണക്ക് ഞങ്ങൾക്ക് പോലും അറിയില്ല അല്ലാ. ഞങ്ങൾ കൊടും പാപികളാ അല്ലാ. ഞങ്ങൾ ധിക്കാരികളാ അല്ലാ. ഞങ്ങൾ നന്ദി കെട്ടവരാ അല്ലാ. പോടാ എന്ന് പറഞ്ഞ് നീ ഞങ്ങളെ ആട്ടി ഓടിക്കല്ലേ അല്ലാ. ഞങ്ങൾ എവിടെ പോകാനാ റബ്ബേ? ഞങ്ങൾ പടച്ചവനെ നിന്റെ അടിമകളാണല്ലോ അല്ലാ. അടിമകൾ യജമാനനോടല്ലാതെ വേറെ ആരോട് പറയാനാ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു താ തമ്പുരാനെ. ഒരവസരം താ അല്ലാ. നീ 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനല്ലേ അല്ലാ. അല്ലാ, നീ ഞങ്ങൾ നന്നാകാനുള്ള കൊതി കൊണ്ട് ചോദിക്കുകയാ, ഒരവസരം താ പടച്ചവരെ. ഇവിടെ നിന്ന് പോകുമ്പോ എല്ലാ പാപങ്ങളും പുറത്തവരായ നിലയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ലാ. പോകുന്ന വഴിയിൽ മരിച്ചുപോയാ നീ സ്വർഗ്ഗം തരണേ അല്ലാ. കരുണക്കടലായ റബ്ബേ പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിന്റെ അകത്താണ് റബ്ബേ. അവരുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല റഹ്മാനെ.
അല്ലാഹുവേ അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ, സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ, സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ, അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. പടച്ചവനെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ, അവരുടെ പൊരുത്തം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അവര് വീടിൻ്റെ അകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ ഞങ്ങൾക്ക് നീ വരുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാ റബ്ബേ, പല മരുന്നും കഴിച്ചിട്ട് പ്രയോജനമില്ലാത്തവരുണ്ട് റബ്ബേ. ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ, അറുത്തു മുറിക്കല്ലേ അല്ലാ, ക്യാൻസർ തരല്ലേ അല്ലാ, ട്യൂമർ നൽകല്ലേ അല്ലാ, കിഡ്നി തകർക്കല്ലേ അല്ലാ, സ്ട്രോക്ക് തരല്ലേ അല്ലാ, ബ്ലോക്ക് തരല്ലേ അല്ലാ, കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ, സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗങ്ങൾ തരല്ലേ അല്ലാ. ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ, മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ റബ്ബേ. ഞങ്ങളുടെ കൂടെ കടന്നവട് ഞങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കല്ലേ അല്ലാ. സ്വന്തം മക്കള് വാപ്പായും ഉമ്മായും മരിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെയാക്കല്ല പടച്ചവരെ. ഞങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ, ഞങ്ങളെ നാണം കെടുത്തുന്ന മക്കളാക്കല്ലേ അല്ലാ, ഞങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാരെ നീ സാലിഹത്തുകളാക്കണേ അല്ലാ. പടച്ചവനെ അഹങ്കാരികളാക്കല്ലേ അല്ലാ, ഞങ്ങളെ ചതിക്കുന്നവരാക്കല്ലേ അല്ലാ. അല്ലാഹുവേ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ, ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. ഞങ്ങളുടെ മരണവേദന കുറച്ചു തരണേ അല്ലാ. വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ തൗബ ചെയ്തിട്ട് മരിക്കാൻ ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കില്ലേ അല്ലാ, ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല അല്ലാ. പടച്ചവൻ ഇവിടുത്തെ ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, ഉഖ്റവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാ. പടച്ചവനെ ഇത്രയും നേരം ഈ സദസ്സിലിരുന്ന എൻ്റെ പ്രായമുള്ള വാപ്പമാർക്ക് നീ നല്ല മരണം കൊടുക്കണേ തമ്പുരാന്. ഈ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ, നല്ല ജോലിയും നല്ല ജീവിതവും നൽകണേ അല്ലാ. വിദ്യാർത്ഥികൾ അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. ഈ പരിപാടിയുടെ സംഘാടകരെ നീ കൈവിടല്ലേ തമ്പുരാനെ, അവർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. അവരുടെ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. എനിക്കിതുപോലെ ഒരു നല്ല മകനെ അല്ലാഹു തന്നല്ലോ എന്നോർത്ത് സന്തോഷിക്കണേ അല്ലാ. പടച്ചവനെ തൊളിക്കോട് മുസ്ലിം ജമാഅത്തിന്റെ പരിപാലന സമിതിയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ നീ ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. ഇവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശം കൊടുക്കുന്നവരാണ്, നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ ക്യാമറയുടെ പ്രവർത്തകന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, ആഫിയത്തും ദീർഘായുസും നൽകണേ അല്ലാ. അല്ലാഹുവേ മൈക്ക് സെറ്റിന്റെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഉപ്പ ഖബറിലാണ്, നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഉമ്മയ്ക്ക് ആഫിയത്തും ദീർഘായുസും നൽകണേ അല്ലാ. ആ സഹോദരന്റെ ഭാര്യ സന്താനങ്ങളെയും കൂടെ പുറപ്പ് നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ എൻ്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ല റബ്ബേ. ഒരുപാട് വേദന സഹിച്ചവരാണ്, ഇനിയും നീ വേദനിപ്പിക്കല്ലേ അല്ലാ, അറുത്തു മുറിക്കല്ലേ അല്ലാ. അല്ലാഹുവേ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പ്രവാസികൾ വല്ലാത്ത പ്രയാസത്തിലാണ്, നീ കൈവിടല്ലേ അല്ലാ. ജോലിയിൽ സ്ഥിരത നൽകണേ പടച്ചവനെ. ഈ വഅദ് ലൈവായി കേൾക്കുന്ന നൂറുകണക്കിന് പാവങ്ങളുണ്ട് തമ്പുരാനെ, അവരുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ, അവരുടെ അവസാനം നന്നാക്കണേ അല്ലാ, അവർക്ക് ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും
ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം നൽകണേ തമ്പുരാനെ. പടച്ചവനെ, തൊളിക്കോട് മുസ്ലിം ജമാഅത്തിന്റെ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളികളോട് നീ കരുണ കാണിക്കണേ അല്ലാ. ഖബറ് വിശാലമാക്കണേ അല്ലാ, സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. പടച്ചവനെ, കുറ്റിച്ചലുള്ള ഷഫീഖ് എന്ന സഹോദരൻ അനീഷും അസീമും റബ്ബേ സ്വർഗത്തിലെ കൂട്ടുകാരിൽ പെടുത്തണേ അല്ലാ. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഈ സദസ്സിലുണ്ട്. ഞങ്ങളെ സ്വർഗത്തിലും നീ കൂട്ടുകാരാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്, അപകട മരണം തരല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മയ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യിപ്പിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. ആൾക്കാരെ കാണിക്കാതെ പെട്ടെന്ന് കൊണ്ടുപോയി കുഴിച്ചിടുന്ന മരണം തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ. ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ നീ വിധവകളാക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ, രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഞങ്ങളുടെ പൊന്നുമക്കളെ നീ കാത്തുകൊള്ളണേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ തരല്ലേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കരങ്ങൾ മരിക്കുമ്പോൾ ആരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. ഇസ്സത്ത് നിലനിർത്തണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, എൻ്റെ വാപ്പ ഖബറിലാണ്, നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. എൻ്റെ ഉമ്മാനെ നീ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. എൻ്റെ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എൻ്റെ ഭാര്യ പിതാവിൻ്റെ ഖബറ് നീ മണിയറയാക്കണേ അല്ലാ. പടച്ചവനെ, എൻ്റെ ഭാര്യയെ നീ സ്വർഗത്തിലും ഞങ്ങളെ ഒരുമിപ്പിക്കണേ അല്ലാ. എൻ്റെ പൊന്നുമക്കളെ നീ ഹാഫിളീങ്ങളും ആലിമീങ്ങളുമാക്കണേ അല്ലാ. ഈ ശബ്ദം നീ നിലനിർത്തി തരണേ പടച്ചവനെ. അഹങ്കാരം തരല്ലേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി, നീ എനിക്ക് പുറത്തു തരണേ തമ്പുരാന്. അല്ലാഹുവേ, എൻ്റെ രോഗങ്ങളൊക്കെ നീ മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം കൂടെ തരണേ പടച്ചവനെ. വെറുതെ പ്രസംഗിച്ച് നടക്കുന്നവനാക്കല്ലേ അല്ലാ. അല്ലാഹു, ഇവിടുത്തെ ഖതീബ് സജ്ജാദ് ഖാസിമി ഉസ്താദിൻ്റെ കുടുംബത്തിൽ ആക്സിഡന്റ് പറ്റിയ പൊന്നുമോൾക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിൻ്റെ സാരിഹ, അദ്ദേഹത്തിൻ്റെ ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ ഇന്ന് പിരിയുകയാണ്. ജീവിതത്തിൽ ഇനി ഒരിക്കലും കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാ. ഇത് അവസാന ദുആക്കല്ലേ അല്ലാ. ഇത് അവസാന രാത്രിയാക്കല്ലേ അല്ലാ. ഇത് അവസാന മജ്ലിസാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു. നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ പടച്ചവരെ. തൗബയാക്കണേ റഹ്മാനെ. തൗബയാക്കണേ അല്ലാ. ഹാഫിളീങ്ങളുണ്ട് പടച്ചവനെ, ആലിമീങ്ങളുണ്ട് പടച്ചവനെ, ഹജ്ജ് ചെയ്തവരുണ്ട് പടച്ചവനെ, ഉംറ ചെയ്തവരുണ്ട് റഹ്മാനെ, പ്രായമുള്ളവരുണ്ട് റഹ്മാനെ, രോഗികളുണ്ട് റഹ്മാനെ, യാത്രക്കാരുണ്ട് റഹ്മാനെ, ഒരു വഖ്ത് പോലും മുടക്കാത്തവരുണ്ട് റഹ്മാനെ, സദഖ കൊടുത്തവരുണ്ട് റഹ്മാനെ, പള്ളി പരിപാലിക്കുന്നവരുണ്ട് റഹ്മാനെ, 40 പേരിൽ കൂടുതലുണ്ട് റഹ്മാനെ, പ്രസവിച്ച ഉമ്മമാരുണ്ട് റഹ്മാനെ. ആരുടെയെങ്കിലും ആമീനിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ ദുആയ നീ കബൂലാക്കണേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. تب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على